ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സത്യം പറഞ്ഞാൽ പനി പിടിച്ച ഒരു സ്വിങ് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. രാവിലെ സമയം 10:22 10 ആയിക്കൊണ്ടിരിക്കണു. 6 മാസം 11 ജൂൺ 11 കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 10:30 ഞാൻ ഏകദേശം എൻ്റെ പണികളൊക്കെ ഒരുവിധം സൈഡാക്കിയിട്ടുണ്ട്. ഒന്നിനും ഒരു ടേസ്റ്റും ഇല്ല, ഒരു രുചിയില്ല, ഒന്നുമില്ല. ഈവൻ ദോ ഒരു ടാബ്ലറ്റ് കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അവിൽ നനച്ചത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കുറച്ച് വെള്ളവും അതാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വയ്യ, ഇതിപ്പോൾ ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം എൻ്റെ വേസ്റ്റായിപ്പോൾ. അപ്പോൾ ഞാൻ ആലോചിച്ചു, വൈ നോട്ട്, നമുക്കൊരു വ്ളോഗ് എടുത്താൽ ആ ഒരു മോട്ടിവേഷനിൽ എന്തെങ്കിലും പണി നടക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു സൈഡിൽ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ കിടന്നുറങ്ങി വയ്യെങ്കിൽ കൂടി വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ ഒരു ദിവസം പോയല്ലോ എന്നുള്ളൊരു ദുഃഖം വരും എനിക്ക്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു സ്ലിറ്റർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും പിന്നെ അങ്ങനെ കുഞ്ഞു സംഗതികളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് കൃഷ്ണേന്ദു. നമ്മുടെ ചാനലിൻ്റെ നീഷ് പറഞ്ഞത് ആർട്ട് ക്രാഫ്റ്റ് സ്വിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ എന്തും കൂടെ ചേരാറുണ്ട്. നമ്മളെപ്പോഴെങ്കിലും ഫാമിലിയായിട്ട് പുറത്ത് ഒരു യാത്രയൊക്കെ പോകുമ്പോൾ അതൊരു മെമ്മറി ആയിട്ട് സേവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനത്തെ വീഡിയോസ് വേറൊരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചാനലിൻ്റെ ഒരു നീഷ്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ക്രിയേറ്റീവ് ഗേൾ വിത്ത് ടു മെനി ഹോബീസ്. അത് തന്നെയാണ് നമ്മുടെ നീഷ്. അപ്പോൾ പറഞ്ഞു വന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ലിറ്റർ ടോപ്പ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഏറെക്കുറെ ഒരു മാസത്തിലധികമായി. അപ്പോൾ നമ്മളിതിന് മുന്നേ ഒരു വൈറ്റ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് തന്നെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ട് ഒരു വൈറ്റ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വാർഡ്രോബിൽ ഒരു വൈറ്റ് ടോപ്പും ഒരു ബ്ലാക്ക് ടോപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ അത് സ്റ്റൈൽ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അത് കണക്കാക്കിയിട്ടൊരു ബ്ലാക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടി വെച്ചിട്ടുള്ള ലൈനിങ് ക്രേപ്പും മെയിൻ മെറ്റീരിയൽ വന്ന് ജോർജറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഈ കട്ട് ചെയ്തതിൻ്റെ ഒന്നും ക്ലിപ്പ് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതൊരു വീഡിയോ ആക്കണമല്ലോ എന്ന് വെച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ട് അത് അവിടെ തന്നെ ഒരു മാസത്തോളമായിട്ട് അവിടെ ഇരുന്നത്. ഇപ്പം ഞാൻ ഈ ലൈനിങ് ഫാബ്രിക്കിനെ മെയിൻ ഫാബ്രിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് സൂര്യയുടെ ചാനലിൽ ഞാൻ പഠിച്ചൊരു ട്രിക്കാണ്. ഈ പിടിച്ചാൽ കിട്ടാത്ത തുണികളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട്, ലൈനിങ് വെച്ച് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ്. ഇത് തന്നെ വേണമെന്നില്ല, എൻ്റെ കയ്യിലിപ്പോൾ അത് ഉണ്ടായുള്ളൂ. സാധാ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം വിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും ഒറ്റ തുണിയായിട്ട്, ചുളിവൊന്നും ഇല്ലാതെ തന്നെ ഒറ്റ തുണിയായിട്ട് അത് ഈസി ആയിട്ട് കിട്ടും. അതായത് ഈ രണ്ട് പിടിച്ചാൽ കിട്ടാത്ത തുണികളെ ജോയിൻ ചെയ്ത് ഒറ്റ തുണിയാക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. അത് കുറച്ചൊന്ന് ഈസി ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ താങ്ക്സ് ടു സൂര്യ. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയണ താങ്ക്സ് ആണ് കേട്ടോ. എനിക്ക് ഈ ഒരു ട്രിക്ക് അറിയില്ലായിരുന്നു. സൂര്യയുടെ വീഡിയോ എന്നാണ് ഞാനത് പഠിച്ചത്. സൂര്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ. മുല്ലക്കൽ ടൈലർ ബേർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആ സൂര്യ കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ വീഡിയോ സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ. വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ സ്പീഡാക്കി വെച്ചിട്ടുണ്ട്. താഴത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്യണില്ല, മുകളിലത്തെ ഭാഗങ്ങളൊക്കെയാണ് ലൈനിങ്ങിനനുസരിച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോഴും ഞാനൊരു ചെറിയ പോയിൻ്റ് എക്സ്ട്രാ വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും പൊള്ളപ്പായിട്ടുണ്ടെങ്കിൽ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അതിന് കേട്ടോ. അതിവിടെ കൊണ്ടുവച്ചിട്ട് എനിക്കൊരു ഡ്രോ സ്ട്രിങ് ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് വലുതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഒരു സാരിയുടെ പീസാണ്, അതൊന്നൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കഷ്ണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹരിതകർമ്മസേന ചേച്ചിമാർ ഇവിടെ ഈ പ്ലാസ്റ്റിക് ഇട്ട് വെക്കാനായിട്ട് ഒരു ബാഗ് കൊണ്ട് തന്നിരുന്നു, ഇതുപോലെ വലിയൊരു ബാഗ്. ലാസ്റ്റ് ടൈം ഞാൻ ആ പ്ലാസ്റ്റിക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ആ ബാഗ്, അതിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് എവിടെയോ കഴുകായിട്ട് ഇപ്പം അത് കാണാനില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് കവേഴ്സ് ഇട്ട് വെക്കാനായിട്ട് അവരുടെ ആ ബാഗ് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം ഇല്ല, അതെവിടെയോ പോയോ, ഒന്നെങ്കിൽ ഞാൻ കത്തിച്ച് കളഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പോയോ, എവിടെയോ കാണാനില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രോ സ്ട്രിങ് ബാഗാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത് ക്ലോത്ത് വെച്ചിട്ട്. ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഒരു തുണീനെ നടുമടക്കണു, രണ്ട് സൈഡ് അടിക്കണു, മീതത്തെ സൈഡിനെ അരികൊന്ന് മടക്കി അടിച്ചിട്ട് ഒരു വള്ളി കയറ്റിയിടാൻ പാകത്തിന് നമ്മൾ അടിച്ചെടുക്കുന്നു, വള്ളി ഇടുന്നു. സിമ്പിൾ ആസ് ദാറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇന്ന് ഞാൻ ചെയ്യുന്നത് കൊണ്ട് അതും കൂടെ ഒന്ന്
ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ഇതിപ്പോൾ ഞാനത് ആ ചുരിദാർ തുന്നണതിന് മുന്നേ ഇത് അത്യാവശ്യമായിട്ട് ഞാൻ തുന്നണത് എന്താ വെച്ചാൽ, ഞാൻ കിച്ചണിൽ കുറച്ച് പ്ലാസ്റ്റിക് കവർ വേറെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ പാക്കറ്റ്സ് കട്ട് ചെയ്യുമ്പോൾ ആ കവർ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഇടുമല്ലോ. പിന്നെ പാലിൻ്റെ കവർ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കുഞ്ഞി കവറിലിട്ടിട്ട് വെക്കും. എന്നിട്ട് പിന്നെ ഈ ഒരു വലിയ ബാഗിലോട്ട് അങ്ങനെ കൊണ്ടുവന്നിടും. അവർ മന്ത്ലി വരും. ചിലപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ടാവില്ല, അപ്പോൾ ആ മാസം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് മന്ത്, അപ്പോൾ ഒരു മാസത്തേക്കും കൂടി ആവും. ഏറ്റവും നിസ്സാരമായിട്ട് നമ്മൾ പാലിൻ്റെ കവർ മാത്രമാണെങ്കിൽ തന്നെ അറിയാം നമുക്ക് എത്ര കവർ വരും. ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ സാധനങ്ങൾ പ്ലാസ്റ്റിക് കവറിൽ വാങ്ങണം. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല പ്ലാസ്റ്റിക് വേസ്റ്റ് വരും, ബോട്ടിലും ഇതൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് ഉണ്ടായിരുന്നത് വലിയ ഉപകാരമായിരുന്നു. പക്ഷെ അത് പോയി. ഞാൻ അതിൻ്റെ വള്ളിയാണ് ഇപ്പോൾ ഞാൻ തുന്നിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സൈഡിൽ നിന്ന് ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു വള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വള്ളി തുന്നിക്കഴിഞ്ഞിട്ട് ഞാൻ ഒരു സേഫ്റ്റി പിൻ തിരഞ്ഞ് സത്യം പറഞ്ഞാൽ മടുത്തു. ഞാൻ എൻ്റെ മെഷീൻ്റെ മീതെ ഒരു ബാൻഡ് പോലെ, ഒരു കുഷ്യൻ പോലെ കുഞ്ഞൊരു സാധനം കണ്ടു, റെഡ് ഇങ്ങനെ ചെക്കായിട്ട്. അത് അത്യാവശ്യം കൈ കിട്ടുന്ന സൂചി, ഹെഡ് പിൻസ്, സേഫ്റ്റി പിൻസ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഞാൻ ആ കുഷ്യന്മയാണ് കുത്തി വെക്കാറുള്ളത്. അത് തിരഞ്ഞ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും അവിടെ നിന്ന് ഒരു സേഫ്റ്റി പിൻ ഇറങ്ങി നടന്നുപോയി. അത് തിരഞ്ഞ് അവസാനം എൻ്റെ ക്ഷമ നശിച്ചു കേട്ടോ. ഞാൻ അവിടെ നോക്കി അത് കാണാറില്ല. ഈ ഡ്രോയിൽ നോക്കി അവിടെ ഒരു സേഫ്റ്റി പിന്നില്ല. മെഷീൻ്റെ ഡ്രോയിൽ നോക്കി അതിലും ഇല്ല. ഒരാവശ്യം നേരത്തെ നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാനത് അവിടെ ഇട്ടിട്ട് പോയി. ഇനി അകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ തപ്പാൻ വേണ്ടി പോയിട്ടോ. തിരിച്ച് വന്നു ഞാനതൊക്കെ റെഡിയാക്കി വന്നു കേട്ടോ. അപ്പോൾ ഈ റൂമിൻ്റെ ലൈറ്റ് ഫ്ലിക്കറിങ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് നമ്മൾ പൂരത്തിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്റ്റോളിൽ ഒരു വലിയ ബൾബ് കാണില്ലേ, അതെത്ര വാട്ടാണ്, 540 രൂപയാണ് ആ ബൾബിൻ്റെ റേറ്റ്. വലിയ ബൾബ്, ഗുണ്ട് പോലത്തെ ഒരു ബൾബ്, അതാണ് ഞാൻ ഇവിടെ ഇട്ടിട്ട്. അത് ഓഫ് ചെയ്ത ഇതവസ്ഥ. ഇട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് ക്യാമറയിൽ ഇങ്ങനെ സ്റ്റഡി ആയിരിക്കും, ചില സമയത്ത് അതിങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറേ റീടേക്ക് പോകേണ്ടി വരും ഈ ഫ്ലിക്കറിങ് കാരണം. അപ്പോൾ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. അപ്പോൾ ഞാനിതാ ഇത് വള്ളിയൊക്കെ ഇട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇത്ര പറയാൻ മാത്രമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പരിപാടി. 2 സൈഡ് മടക്കി അടിക്കുന്നു, ഒരു വള്ളി ഇടാനുള്ള ഒരു പ്രൊവിഷൻ ഇടുന്നു, വലിച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഒരു വലിയ ബാഗ്, അത്യാവശ്യം അധികം തന്നെ കൊള്ളാൻ പാകത്തിൻ്റെ ഒരു ബാഗ്. ഇതെൻ്റെ കുട്ടിയുടെ കുട്ടിയാണ് കേട്ടോ, ഒരു പാവക്കുട്ടി. ഇതിനിവിടെ കിടത്തിയിട്ടാണ് പോയിട്ടുള്ളത്. ഇത് കരയുണ്ടോ എന്നൊക്കെ എന്നോട് നോക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. 4:10 ആകുമ്പോൾ അവളുടെ ബസ് വരും. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭാഗ്യമേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കുട്ടീനെ ഇവിടെ കിടക്കട്ടെ, നല്ല ക്യൂട്ടാണ്. ഞാൻ ചുമ്മാ കാണിച്ചു എന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ കുറച്ചൊരു തോർച്ചയുള്ള ദിവസമാണ്. കാര്യമായിട്ട് മഴയൊന്നുമില്ല. അത് ഒരു ക്ലോത്ത് സ്റ്റാൻഡൊന്നുമല്ല കേട്ടോ, ലാൻഡറാണ്. നമ്മൾ ഈ പണിക്കൊക്കെ കയറി നിൽക്കാൻ കുതിര, അതാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഈ ലൈനിങ് മെയിൻ ക്ലോത്തൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. യൂഷ്വലി ഞാൻ നെക്ക് കട്ട് ചെയ്യണത് ഒരു 5.5 ഇഞ്ചിലാണ്. അപ്പോൾ 5 ഇഞ്ച് എനിക്ക് നെക്കിൻ്റെ ഇറക്കം കിട്ടും. ബാക്ക് നെക്ക് ഒരു 4 ഇഞ്ച്. പിന്നെ സ്ലീവ്, എൽബോ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കണ്ണൊക്കെ ഏകദേശം പുറത്തേക്ക് വരാനായിട്ടുണ്ട്. ഭയങ്കര ഒരു ആവി പറക്കണ ഒരു അവസ്ഥയാണ് ഉള്ളത്. എനിവേ നമുക്ക് കഴിയാവുന്നിടത്തോളം ഇത് തുന്നി വയ്ക്കാം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ത്രെഡ് ഞാൻ കുറച്ച് കട്ടിയുള്ള ത്രെഡില്ലേ, 5 രൂപയുടെ അല്ലാതെ ഹാമർ പോളിയുടെ വലിയ ത്രെഡ് 12-15 രൂപയാവുള്ളൂ ഒരു റോഡിന്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കളേഴ്സ് ബ്ലാക്ക്, വൈറ്റ്, ബേജൊക്കെ ഞാൻ അത് വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ സൈഡ് ഡ്രോയിൽ ഒരു ത്രെഡ് കട്ടർ എപ്പോഴും വെക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റേത് അതും കാണാറില്ല. ഇതൊക്കെ ചില സമയത്ത് എനിക്ക് 3 ടേപ്പും ഒരു വർക്കിംഗ് കണ്ടീഷനിലുള്ള കത്രികയും വർക്ക് ചെയ്യാത്ത പല കത്രികകളും ഉണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും തിരഞ്ഞ് ടേപ്പും കത്രികയായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ത്രെഡ് കട്ടർ കൊടുത്തു. ഇപ്പോൾ പരമാവധി ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ച് വെക്കും. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നുള്ള പ്രാർത്ഥനയൊന്നുമല്ല. എനിക്ക് അത്യാവശ്യം ചുമയും തൊണ്ടയിലൊരു കിരിയിരിപ്പൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലെടുത്ത് കെട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു കുഷ്യൻ ബാൻഡാണ്. അതൊന്നും നിറയെ ഹെഡ് പിൻസ് ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ പിടിച്ചാൽ കിട്ടാത്ത മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഈ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ അതൊക്കെ പിൻ ചെയ്യാനൊക്കെ ഈ പിന്നിങ്ങനെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ലിറ്റർ ടോപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ബേസിക് സ്റ്റിച്ചിങ് അറിയുന്നുണ്ടാവുമല്ലോ. ഇത് ട്യൂട്ടോറിയലായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ആ തുണി ഇങ്ങനെ ഇനിയിപ്പോൾ എങ്ങാനും ഒട്ടാതിരിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്താലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും
മെഷീൻ്റെ അടിനൂല് ജസ്റ്റ് ഇങ്ങനെ മുള്ള് കുത്തുന്ന പോലെ വന്നു കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് തുന്നാനിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അതിനൊരു പ്രശ്നം വരും. അപ്പോൾ ഞാൻ ആ നൂലൊക്കെ വലിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ചെറിയ ടെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാറി കിടക്കുന്നതാവും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ലെങ്ത്തൊക്കെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ കട്ടിയുള്ള തുണി, കട്ടി കുറഞ്ഞ തുണി അങ്ങനെയൊക്കെ വരുമ്പോൾ ടെൻഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ മാറി കിടന്നിട്ടുള്ള എന്തുവാണ്. അപ്പോൾ ഇത് ജോർജറ്റ് മെറ്റീരിയലല്ലേ, കുറച്ചുകൂടെ നൈസല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ അതേ ഒരു കഷ്ണം തന്നെ സിംഗിൾ ലെയറിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് കറക്റ്റ് ആക്കണത് കേട്ടോ. ഇതിൻ്റെ ക്ലോസർ ഷോട്ട് ഞാൻ എടുത്തിട്ടില്ല. ട്രബിൾ ഷൂട്ടിംഗ് വീഡിയോസ് ഞാനങ്ങനെ അധികം ചെയ്തിട്ടില്ല. ഞാൻ പലരുടെയും വീഡിയോ നോക്കിയിട്ടൊക്കെ തന്നെയാണ് എങ്ങനെയാണ് ഈ നൂല് മുള്ളുകുത്തുന്ന സമയത്ത് നമ്മളത് കറക്റ്റ് ചെയ്യുക, എന്തൊക്കെയായിരിക്കാം അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്നൊക്കെ പലരുടെയും വീഡിയോസ് കണ്ടിട്ട് അതൊക്കെ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ തന്നെയാണ് റെക്ടിഫൈ ചെയ്യാറുള്ളത് കേട്ടോ. കുറേയൊക്കെ വർക്ക് ആവാറുണ്ട്. ഇപ്പോൾ താഴത്തെ നൂലാണ് മുള്ളു കുത്തുന്നതെന്ന് വെച്ചാൽ മീതത്തെ ത്രെഡിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും മാറിക്കിടക്കുന്നുണ്ടാവുക. മീതയാണ് ത്രെഡിന് പ്രശ്നം വരുന്നത് എന്നുണ്ടെങ്കിൽ അടിയിലായിരിക്കും, അടിയിലത്തെ അല്ലെങ്കിൽ ബോബിൻ വൈൻഡ് ചെയ്തിരിക്കുന്നത് ലൂസായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. ആ ഒരു ബേസിക് ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് തോന്നണല്ലേ. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പരിധി വരെയുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം മെഷീന് വരുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ സ്വന്തമായിട്ട് തന്നെയല്ലേ സോൾവ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ആ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്തിട്ടുള്ളത് ബാക്ക് നെക്കാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ചെയ്യണം. സ്ലീവിൻ്റെ ലൈനിങ് മാത്രമേ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതും ഈ ഒരു ജോർജറ്റിൻ്റെ പീസും ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. സ്ലീവ് ഇതാ ഒരെണ്ണം ലൈനിങ്ങായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇപ്പോൾ 4:10 ഇപ്പോൾ പാർക്കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞ് വന്നിട്ട് അവിടെ ആയിട്ടുള്ള ചില്ലറ മിസ്റ്റേക്ക് കഴിഞ്ഞിട്ട് ഇനി ബാക്കി നടക്കുള്ളൂ. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നാളത്തെ ഒരു ദിവസം, നാളെ ഇനി പാരൻസ് മീറ്റിംഗ് ഉണ്ട് സ്കൂളിൽ. ഉച്ചയ്ക്ക് ഫസ്റ്റ് PT ആണ് ചെന്നൈയും കൂടെ. അപ്പോൾ ചിലപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടി ഇതിൻ്റെ കൂടെ കവർ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞാൻ അധികം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും തുന്നി കഴിയുകയാണെങ്കിൽ ഒബിയസ്ലി ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അവളെ കൊണ്ടുവന്നതിന് ശേഷം അവൾക്ക് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് ഇത് തുന്നി കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇതിനിപ്പോൾ ബാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഉള്ള ആരോഗ്യം വെച്ച് അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലൊന്നുമില്ല, പ്രത്യേകതകളൊന്നും തന്നെ ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ലിറ്റ് ടോപ്പാണ്. ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ, എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. ഇത് ഞാൻ ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രയൽ റൂമാണ്, ട്രയൽ സ്പേസാണ്. ഈ ഒരു ട്രയൽ സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ഹെൽപ്പായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പാരൻസ് മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ചിലപ്പോൾ ഞാൻ ഈ വ്ളോഗ് കുറച്ച് നേരത്തേക്കും കൂടെ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കും കൂടെ കണ്ടിന്യൂ ചെയ്യായിരിക്കുന്നത്. വേറെ കണ്ടിന്യൂഷനൊന്നുമില്ല. ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇതിൽ വർക്ക് ചെയ്തെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ആകെ ഇരിക്കുന്നത് കട്ട് ബീഡ്സ് മാത്രമാണ്. ഇപ്പം എനിക്ക് ഷുഗർ ബീഡ് കിട്ടുന്നുണ്ട്. ബ്ലാക്കിൽ തന്നെ കിട്ടിയില്ല, നോക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാനിവിടെ വൈൻഡ് ഇതിൻ്റെ താഴെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലല്ലേ, ഒരു അമ്പർല പലാസോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ക്യാമറയിൽ വന്ന് നോക്കുമ്പോഴാണ് ഞാൻ ഇത്രയേറെ മെലിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൊരു സത്യം മനസ്സിലാവുന്നത്. കഴിഞ്ഞ മാസം അതിന് മുന്നത്തെ മാസത്തെ നോക്കുമ്പോൾ ഞാൻ ആകെ 40 കിലോ ഉണ്ടായുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 36 അത് താന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും പനി പിടിച്ച ഈ സ്പീൻ വ്ലോഗ് കൂടെ എന്നിട്ട് എനിക്ക് പനിയൊന്നും ഇല്ല കേട്ടോ. ജലദോഷം ഒക്കെ ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട്. കഫക്കെട്ടിൻ്റെ ചെറിയ കഫക്കെട്ടിൻ്റെ ഇഷ്യൂസ്. പിന്നെ സൗണ്ട് പോയാൽ തിരിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. അതൊരു വലിയൊരു ദുരന്തം. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് ചെയ്യാം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നീ കാണാവിടോ. നീ എൻ്റെ വീഡിയോ കാണുന്നില്ലേ? അപ്പോൾ കാണുന്നില്ല, എനിക്ക് നല്ല പറയാനില്ല, കാണുന്നില്ല. ഓക്കെ, ബൈ.